കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. Very briefly, I want to introduce to you a few other contexts where also you can think how you can be relevant. എങ്ങനെയാണ് നമ്മുടേതായ സാഹചര്യങ്ങളിൽ നാം സംഗതമാകുന്നതെന്ന് ചില പ്രത്യേകമായ അനുഭവങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. One is the context of caste discrimination in the society, which also spills into the churches. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനവും ജാതി ചിന്തയും അത് സമൂഹത്തിൽ നിന്ന് സഭയ്ക്കുള്ളിലേക്കുള്ള അതിൻ്റെ പ്രവേശനവും നിശ്ചയമായും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. This is discrimination on account of work and descent by birth, which is not Christian. ജാതി ചിന്ത, ജാതി വിവേചനം എന്നത് ജന്മത്തിലൂടെയുള്ള ഒരു പ്രത്യേക ചിന്താഗതിയാണ്. അത് ഒരിക്കലും തന്നെ ക്രിസ്തീയമല്ല. Ethnic identities stratified as one over the other is unchristian. ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്ന തരത്തിലുള്ള ഒരു അധികാര ശ്രേണിയുടെ ക്രമീകരണം ഒരിക്കലും അത് ക്രിസ്തീയമായ ഒരു അനുഭവമല്ല, ചിന്താഗതിയല്ല. I don't have to emphasize any further. You know that it is not life. It debilitates, it creates death of body, mind and spirit. ജാതി ചിന്ത എന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ജീവിത അനുഭവത്തിൽ നമുക്കത് അറിയാവുന്നതാണല്ലോ. We need to see change in this area. ഈ പ്രത്യേകമായ കാര്യത്തിൽ ഒരു വലിയ രൂപാന്തരം സംഭവിക്കണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. I know you are addressing it. നിശ്ചയമായും അത്തരമൊരു സാഹചര്യങ്ങളെയൊക്കെയും നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. We need to believe that this is wrong, and we will involve all others where this social stratification, caste discrimination will be a thing of the past. ജാതി ചിന്തകളെയും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെയും ഒക്കെ വിവേചനങ്ങളെയും സമ്പൂർണ്ണമായി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇടപെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. We have shining examples of eradication of caste in churches, of which I am also a shining example. നമ്മുടെ സഭകളിൽ ജാതി ചിന്തയുടെ സമൂലമായ ഉച്ചാടനം സംഭവിക്കണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാനും ആ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. Today I stand here with this collar or with my cassock because somebody laid their hands on me. എൻ്റെ ശിരസിൽ ഈ നിയോഗ ശുശ്രൂഷയിൽ എനിക്ക് കൈവപ്പ് ലഭിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വേഷത്തിൽ, പ്രത്യേകമായ ഒരു പട്ടക്കാരൻ്റെ വേഷത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. That hand, if it would have touched in the world, it was polluting. Because he touched inside the church, it is empowering. എൻ്റെ ശിരസിൽ എനിക്ക് ലഭിച്ച കൈവപ്പ്, ആ കരം പുറത്തായിരുന്നെങ്കിൽ, ലോകത്തിൽ മറ്റൊരു ഇടത്തായിരുന്നെങ്കിൽ, ആ ഒരു സ്പർശനം എന്ന് പറയുന്നത് അത് അശുദ്ധിയെ കുറിക്കുന്ന ഒരു സ്പർശനമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നേനാം. എന്നാൽ സഭയ്ക്കുള്ളിൽ എൻ്റെ ശിരസിൽ ആ കരം വയ്ക്കപ്പെട്ടതുകൊണ്ട് അത് നിയോഗത്തിൻ്റെയും വിശുദ്ധിയുടെയും വേർതിരിക്കലിൻ്റെയും ഒരു ശുശ്രൂഷയും അനുഭവവുമായി സ്പർശനവുമായി മാറുകയുണ്ടായി. Right Reverend Dr. Masilamani Azariah, many of you know him, a person from Christian from Dalit origin who brought this issue even to the World Council of Churches. ബിഷപ്പ് മസിലാമണി അസറിയ എന്ന ആ ബിഷപ്പ്
ഒരു ദളിത് വിഭാഗത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ജാതി വിവേചനത്തെപ്പറ്റി, ജാതി ചിന്തയെപ്പറ്റിയുമുള്ള ചിന്തകളും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളും ലോക ക്രൈസ്തവ സഭകളുടെ ലോക കൗൺസിൽ വരെ ആ ഒരു വിഷയം ഉന്നയിക്കുവാൻ മുൻകൈയെടുത്ത വ്യക്തി. I belong to a community which oppresses Dalits and considers that if a Dalit touches, it is impure. ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ സമൂഹം ദളിത് വിഭാഗത്തിലുള്ളവരെ, ദളിത് ജനതയെ എപ്പോഴും അടിച്ചമർത്തുകയും അവരുടെ സ്പർശനം എപ്പോഴും അശുദ്ധി ഉളവാക്കുന്നതാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിൻ്റെ ഭാഗമാണ്. Even if I think of that, there are goosebumps in my hand, all over my body. The power of the Christian gospel is the same hand. When it touches me, God works in me and sets me apart for holy use. ആ ഒരു അനുഭവത്തെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മേലാകെ രോമാഞ്ചം കൊള്ളുകയാണ്. എന്തുകൊണ്ടെന്നാൽ അശുദ്ധമാക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന സ്പർശമാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഗ്യനും വിശുദ്ധനുമാക്കിയത്. In this particular area, we should all put our hands together, our heads together, and see how we can continue to affirm the power of life over this debilitating factor called caste discrimination. ജാതി വിവേചനം എന്നുള്ള ജീവിതങ്ങളെ തകർത്തുകളയുന്ന ആ നടപടികൾക്കെതിരെ, ചിന്താഗതിക്കെതിരെ നിശ്ചയമായും നമ്മുടെ സഭകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. Together as Christians in the Marthoma Church and in all other churches, we have to be shining examples of the power of resurrection, of life over these powers of death, and we need to work together. ജീവനെ നിഷേധിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നമ്മുടെ സഭ ഒരു വലിയ ദൃഷ്ടാന്തമായി പ്രകാശിക്കുന്ന ഒരു പ്രചോദനാത്മകമായ അടയാളമായി നാം മാറേണ്ടിയിരിക്കുന്നു. While we do that, simultaneously remember the prayer of the revivalist, Lord, let there be a great revival, but let it begin with me. വലിയ ഉണർവ് പ്രസംഗകന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, ഒരു വലിയ ഉണർവുണ്ടാകണമേ, എന്നാൽ ആ ഉണർവ് എന്നിൽ തന്നെ ആരംഭിക്കണമേ. I will mention a few other contexts and we move on. The other one is the patriarchy in church and society. നമ്മുടെ സമൂഹത്തിലും സഭയിലും നിലനിൽക്കുന്ന പുരുഷ ആധിപത്യമാണ് മറ്റൊരു മേഖല. Remember, we always say that in public service, if we have Christians everywhere, then Christian issues and concerns will be addressed. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പൊതുസമൂഹത്തിൽ അധികാര ഇടങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുമെന്ന്. Similarly, if we find women everywhere in all offices and ministries of the church, only then women's concerns will be addressed adequately. സ്ത്രീകളുടെ സാഹചര്യങ്ങളെ ഏറ്റവും ഫലകരമായ രീതിയിൽ അതിനെ ഇടപെടണമെങ്കിൽ സഭകളിലും മറ്റെല്ലാ ശുശ്രൂഷാ സ്ഥാനങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും നാം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. I am mindful of the fact how you have been addressing this gender equity in your church. നിങ്ങളുടെ സഭയിലും ഇത്തരത്തിലുള്ള ഒരു ലിംഗസമത്വത്തിൻ്റെ സാഹചര്യങ്ങളെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട്. You redesigned the sessions in your convention so that women can attend all the sessions of the convention. ഈ ഒരു മഹായോഗത്തിൻ്റെ തന്നെ എല്ലാ സമ്മേളനങ്ങളും എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ സമയം നിങ്ങൾ ക്രമീകരിച്ചതിനെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട്. I am mindful of the fact that there are several other initiatives where as a church you are addressing gender equity. ഒരു സഭ എന്ന നിലയിൽ സ്ത്രീ പങ്കാളിത്തത്തിനു വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും നിങ്ങൾ ഏറ്റെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെയും ചുവടുവെപ്പുകളെയും പറ്റിയും എനിക്കും വ്യക്തമായ അറിവുണ്ട്. However, I also remember that Jesus told the young ruler, there is one more thing that you need to do. എന്നാൽ അതോടൊപ്പം കർത്താവ് ആ യൗവനക്കാരനോട് പറഞ്ഞതുപോലെ ഒരു കുറവ് നിനക്കുണ്ട്, ഒരു കാര്യം കൂടെ നീ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I invite you to introspection and see where are the other areas where we should address gender equity. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഏതൊക്കെ ഇടങ്ങളിലാണ്
സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പുകൾ ഇനിയും എടുക്കേണ്ടത് എന്നതിനെ പറ്റിയും നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Another context of death and debility is the presence of persons with disability. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ അനുഭവമാണ് മറ്റൊരു മേഖല. Imagine a person with hearing impairment coming to this convention. കേൾവി കുറവുള്ള അല്ലെങ്കിൽ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി ഈ മഹായോഗത്തിൽ സംബന്ധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. Is there any way that we can instill some life into that person when we plan the next convention? അടുത്ത മഹായോഗത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ ജീവനിലേക്ക് കൈപിടിച്ച് നടത്താം എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? Is there a place where they can sit and somebody can do signing of what we can do so that what we speak also brings life to them? അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് അവർക്ക് ഇരിപ്പിടം ഒരുക്കുകയും ഈ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങൾ ആംഗ്യഭാഷയിലൂടെ അവർക്ക് നൽകപ്പെടുകയും ചെയ്യുവാനുള്ള ക്രമീകരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? I invite you to introspection to see how we can help people overcome barriers so that people with disabilities among our midst in our families will still have the benefit of life that we experience. നാം അനുഭവിക്കുന്ന ഈ ജീവന്റെ അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ശാരീരികമായ പല പരിമിതികളും വെല്ലുവിളികളും നേരിടുന്നവർ അവർക്കും അനുഭവവേദ്യമാക്കുവാൻ തക്കവണ്ണം നാം ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകുകയുള്ളൂ. We can bring life to the people with disabilities. We can affirm life that is already with them when we learn to see like the person with visual impairment. അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള ജീവന്റെ അനുഭവങ്ങളെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് അതിൽ പങ്കുചേരുമ്പോഴാണ് അവരുടെ ജീവിതം അധികമായി, പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള പരിമിതികളും വെല്ലുവിളികളും നേരിടുന്നവരെ സംബന്ധിച്ച് ജീവനിലേക്കുള്ള ഒരു യാത്ര സാധ്യമായി തീരുന്നത്. If we learn to hear like the person who cannot hear, you will recognize life in them. കേൾവി ശക്തിക്ക് തകരാറുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കേൾക്കുവാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അവരിലുള്ള ജീവനെ പരിപോഷിപ്പിക്കുവാനും ജീവനെ പകരുവാനും നമുക്ക് സാധിക്കും. Is it possible to think like the person whom or the child whom we think is intellectually challenged? It is a challenge to think like them. Then we can bring about life in their lives and recognize life in their lives. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേകമായ ബുദ്ധി വൈഭവത്തിന് കുറവുള്ള കുഞ്ഞുങ്ങൾ അവർ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം നാം പരിശ്രമിക്കുമ്പോൾ നിശ്ചയമായും അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കും. You know children and adults in your families who are with disabilities. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ സഭകളിലുമൊക്കെ വിവിധ തരത്തിലുള്ള ശാരീരികമായ മാനസികമായ വെല്ലുവിളികൾ പരിമിതികൾ അനുഭവിക്കുന്ന അനേകരെ പറ്റി നമുക്ക് ബോധമുണ്ട്, നമുക്കറിയാമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെ. Sometimes we hesitate to bring children with intellectual disability to the churches because their movements may be different, they may be making noises, and achans like me will say, hey, whose child is that? Take the child out. പലപ്പോഴും ദൈവാലയത്തിലെ ആരാധനകളിലേക്ക് അത്തരം കുട്ടികളെ കൊണ്ടുവരുവാൻ നമുക്ക് വൈമുഖ്യമുണ്ടാകും. കാരണം ആ കുട്ടികളൊക്കെ ആരാധനയ്ക്കിടയിൽ ശബ്ദമുണ്ടാക്കിയേക്കാം, ഓടി നടന്ന് ബഹളമുണ്ടാക്കിയേക്കാം. എന്നെപ്പോലെയുള്ള ചില പട്ടക്കാർ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞേക്കാം. There are many barriers. പലതരത്തിലുള്ള അതിർവരമ്പുകൾ, വേലിക്കെട്ടുകൾ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. Think about the steps we have in our churches. പ്രത്യേകമായി നമ്മുടെ പള്ളികളിലൊക്കെയുള്ള പടിക്കെട്ടുകളെ പറ്റി ഒന്നോർക്കുക. As a person with movement disability, I want to go up to the altar and receive communion, but there are many steps. ഒരു ശാരീരികമായ പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് മദ്ബായ്ക്കുള്ളിലേക്ക് പോകുവാനോ പലപ്പോഴും മുൻപിൽ ചെന്ന് പടികൾ ചവിട്ടിക്കയറി അവിടെ വിശുദ്ധ സംസർഗത്തിൽ പങ്കുചേരുവാനോ സാധിക്കുകയില്ല. If our altars and our pulpits are accessible, people with disability will offer themselves for Christian ministry. നമ്മുടെ മദ്ബാഹകളും പ്രസംഗ പീഠങ്ങളും എല്ലാവർക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം, ശാരീരിക വെല്ലുവിളികളുള്ളവർക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം അത്തരത്തിലുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള അനേകർ ഒരുപക്ഷെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി സന്നദ്ധരായി വന്നേക്കാം. There are attitudinal barriers. അതോടൊപ്പം തന്നെ നമ്മുടെ മനോഭാവത്തിലുള്ള പലതരത്തിലുള്ള വേലിക്കെട്ടുകളുണ്ട്. We have inherited this legacy saying whatever you have to offer to God has to be whole. നാം എപ്പോഴും ചിന്തിക്കാറുള്ളത് ദൈവത്തിന് അർപ്പിക്കുന്നതെല്ലാം
ഒരു ന്യൂനതയും ഇല്ലാത്തതായിരിക്കണം, അത് ഏറ്റവും പരിപൂർണമായിരിക്കണമെന്നാണ്. The dove that you offer must have 2 wings, 2 legs, 2 eyes. Who decides? പഴയ നിയമകാലത്ത് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രാവിന് ഒരു ഊനവും ഉണ്ടാകുവാൻ പാടില്ല. അതിന് 2 ചിറകുകൾ ഉണ്ടായിരിക്കണം, 2 കാലുകൾ ഉണ്ടായിരിക്കണം. This is an attitudinal barrier. We think otherwise it is impure. Curse of God. നാം ചിന്തിക്കാറുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള ഒരു വസ്തുവല്ലെങ്കിൽ, യാഗവസ്തുവല്ലെങ്കിൽ, ദൈവത്തിനുള്ള അർപ്പണമല്ലെങ്കിൽ അത് അശുദ്ധമാണ്, അത് ദൈവത്തിൻ്റെ ശാപമേറ്റ വ്യക്തിയാണ്, യാഗവസ്തുവാണ് എന്നതാണ് നമ്മുടെ ചിന്താരീതി. Go home, take a piece of paper, write down all those things, barriers that you can think of, and how as a church we can breathe life into the situations of these people. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള അതിരുകളെ പറ്റി, തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു പട്ടിക തയ്യാറാക്കി അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ സഭയായും വ്യക്തികളായും നാം പരിശ്രമിക്കണം. It is said that if you are a Christian in small things, you are not a small Christian. ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ക്രിസ്ത്യാനിയല്ല എന്ന്. Don't think this is the ministry of card. ഇത് മാർത്തോമാ സഭയുടെ സാമൂഹിക പ്രവർത്തന മേഖലയായ കാർഡിന്റെ പ്രവർത്തനമല്ല. This is the ministry of the church, the mission of the church, the crux of the Christian gospel. അത് നമ്മുടെ സഭയുടെ കേന്ദ്രസ്ഥാനത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. You will also know the proverbs that says, until lions have their own historians, history will always be written from the perspective of the hunter. ഇപ്രകാരമുള്ള ഒരു പഴഞ്ചൊല്ല് നാം കേട്ടിട്ടുണ്ടല്ലോ, വേട്ടയാടപ്പെടുന്ന സിംഹങ്ങൾക്ക് അവരുടേതായ ഒരു ചരിത്രകാരൻ ഇല്ലാത്രത്തോളം കാലം എപ്പോഴും ചരിത്രം വേട്ടക്കാരനെയാണ് വാഴ്ത്തിപ്പാടുന്നതെന്ന്. A daring Thomas, ധൈര്യശാലിയായ തോമസ്, a determined Thomas, നിശ്ചയദാർഢ്യമുള്ള തോമസ് അപ്പോസ്തലൻ. and finally, അവസാനമായി John's Gospel, verse 20, verse 27 reads like this. 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Verse 28, Thomas said, "My Lord and my God." 28-ാം വാക്യത്തിൽ തോമസ് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ. A declaring Thomas, പ്രഖ്യാപിക്കുന്ന ഒരു തോമസ് അപ്പോസ്തലൻ. a daring Thomas, a determined Thomas, and a declaring Thomas. ധൈര്യശാലിയായ തോമസ്, ഉറപ്പുള്ള തോമസ്, ഇതാ പ്രഖ്യാപിക്കുന്ന തോമസ്. What is special about this declaration? ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത എന്താണ്? In the Gospel according to Saint Matthew, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ there was a name board in Jesus' cross, കർത്താവിനെ ക്രൂശിക്കുമ്പോൾ ആ ക്രൂശിന്മേൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു. and it declared that Jesus is King of the Jews. You know that, INRI. ആ ഒരു മേലെഴുത്ത് പ്രകാരമാണ് യഹൂദന്മാരുടെ രാജാവ് എന്നാണല്ലോ. The search started when the wise men came to Herod's palace and said, "Where is the King of the Jews born?" വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യത്തിലാണ് അത് ആരംഭിക്കുന്നത്. And at the end of the gospel, the name tag on the cross said, "The King of the Jews." അവസാനം ആ ഒരു സുവിശേഷത്തിന്റെ ഏറ്റവും അവസാനം ആ ക്രൂശിന്റെ മുകളിൽ കാണുന്ന മേലെഴുത്ത് യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. In the synoptic gospels, Matthew, Mark, and Luke, there is yet another declaration. ഈ ഒരു സമവീക്ഷണ സുവിശേഷങ്ങളിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ മറ്റൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. Truly, he is Son of the living God. യഥാർത്ഥത്തിൽ സാക്ഷാൽ ഇവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്നതാണ് ആ പ്രഖ്യാപനം. If I ask you who said that, 50% and more of you will be able to say, yes, the centurion said that. ശതാധിപനാണ് ആ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് ഇവർക്കും അറിയാം. That was another declaration. അത് മറ്റൊരു പ്രഖ്യാപനമാണ്, യേശുവിനെ പറ്റിയുള്ള പ്രഖ്യാപനം. Remember, both these declarations is in the context of the death of Jesus. എന്നാൽ ഈ രണ്ട് പ്രഖ്യാപനങ്ങളും യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. There is another declaration that is Thomas's declaration. എന്നാൽ ഇവിടെ നാം കാണുന്നത് മറ്റൊരു പ്രഖ്യാപനമാണ്. അത് തോമസ് അപ്പോസ്തലന്റെ ഒരു
സവിശേഷമായ പ്രഖ്യാപനമാണ്. Thomas said, "My Lord and my God," when he was able to touch and see the power of resurrection over the power of death. മരണത്തിന് മുകളിലുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുവാൻ കഴിയുമ്പോൾ തോമസ് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. Beloved children of God, എൻ്റെ പ്രിയ ദൈവമക്കളെ, Jesus calls us friend of Jesus. കർത്താവ് നമ്മെ വിളിക്കുന്നത് സ്നേഹിതരെന്നാണ്. Your declaration, നിങ്ങളുടെ പ്രഖ്യാപനം, let it be fashioned after the declaration of St. Thomas, which is a witness to power of life over death, which can be seen in tangible terms. മരണശക്തികൾക്ക് മുകളിലുള്ള ജീവന്റെ ശക്തിയുടെ ഒരു വലിയ പ്രഖ്യാപനമായി നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം രൂപപ്പെടട്ടെ. അത് തോമസ് അപ്പോസ്തലന്റെ തരത്തിലുള്ള കാണുകയും സ്പർശിക്കുകയും ചെയ്യുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേലാകട്ടെ ആ പ്രഖ്യാപനം. As Christians, we are a liturgical fellowship. ക്രിസ്തീയ വിശ്വാസികളായ നാം ആരാധനാ സമൂഹമാണ്. We are a people of prayer. നാം ഒരു പ്രാർത്ഥനാ സമൂഹമാണ്. How can we bring the declaration of life situations of people into our prayers? ഈ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, നമ്മുടെ ആരാധന ക്രമങ്ങളിലേക്ക് ലോകത്തിലെ മറ്റുള്ള ജനതകളുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് എങ്ങനെ സംവേദിപ്പിക്കുവാൻ സാധിക്കും? I am a fan of the Eastern liturgies. കിഴക്കിൻ്റെ ആരാധനക്രമങ്ങളുടെ വലിയൊരു ആരാധകനാണ് ഞാൻ. There are many meaningful prayers in the Orthodox tradition about housewarming, maybe in your tradition also. ഭവനവാഴ്വിൻ്റെ നമ്മുടെ ശുശ്രൂഷ ക്രമത്തിൽ ഏറെ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനകൾ അനവധിയുണ്ടല്ലോ. When I started my seminary training in Calcutta, I was attached to the Marthoma parish in Kolkata. ഞാൻ സെമിനാരി വിദ്യാർത്ഥിയായി കൽക്കട്ടയിൽ ആയിരിക്കുമ്പോൾ അവിടെയുള്ള കൽക്കട്ട മാർത്തോമ ഇടവകയുമായി ചേർന്നായിരുന്നു എൻ്റെ പ്രായോഗിക പരിശീലനം ക്രമീകരിച്ചിരുന്നത്. Whenever I attended the English worship, the last prayer after your Qurbana, when the priest turns to the people and say, "I am a weak servant, pray for me as I minister to you." നാലാമത്തെ റൂഷ്മയുടെ അവസാനം പട്ടക്കാരൻ ആരാധന സമൂഹത്തോട് പറയുകയാണ്, ഞാൻ ബലഹീനനും പാപിയുമാണ്, എന്നാൽ നിങ്ങളെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കരത്തിൽ ഭരമേൽപ്പിച്ച് അയക്കുകയാണ് എന്നാണ്. We have many meaningful prayers in our traditions. നമ്മുടെയൊക്കെ ആരാധന ക്രമത്തിൽ ഏറ്റവും ആഴമായ അർത്ഥസമ്പുഷ്ടമായ അനവധി പ്രാർത്ഥനാ ശകലങ്ങളുണ്ട്. Both within the liturgical tradition and outside it, we have scope of bringing affirmations of life and declarations into our prayers. ജീവനെ ശക്തീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾ, മരണത്തെ വെല്ലുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ പ്രഖ്യാപനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, നമ്മുടെ ആരാധനകളിലേക്ക്, ആരാധനാക്രമങ്ങളിലേക്ക് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. How can we bring the declarations of these commitments into our prayers of confession? നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് അനുതാപ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ഉൾച്ചേർക്കുവാൻ സാധിക്കുന്നത്? We must find scope for bringing that declaration into our prayers of confession and say, "Lord, we have shut this house of prayer for people with disability, forgive us." നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സാഹചര്യങ്ങളെ ഓർത്ത് അനുദപിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, നിന്റെ ആലയത്തെ ഇത്തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി അവർക്ക് മുൻപിൽ ഞങ്ങൾ കൊട്ടിയടച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അനുദപിക്കേണ്ടിയിരിക്കുന്നു. Also in the context of caste discrimination and gender discrimination. ജാതി വിവേചനത്തിൻ്റെ സാഹചര്യത്തിൽ, അതോടൊപ്പം ലിംഗവിവേചനത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം ഒരു അനുതാപത്തിലേക്ക് നമ്മെ തന്നെ നാം ഇന്ന് നയിക്കേണ്ടിയിരിക്കുന്നു. Don't misunderstand me. I am not talking only about you. I am talking about my church also, the entire Christian community in this country. ഞാൻ എല്ലാ സഭകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. We together have to make meaningful confessions. നമുക്കൊരുമിച്ച് ആഴമായ, അർത്ഥപൂർണമായ, ജീവിതഗന്ധിയായ ചില ഏറ്റുപറച്ചിലുകൾ നടത്തിയേ മതിയാകുള്ളൂ. How do we bring it into our creeds? എങ്ങനെയാണ് ഈ അനുഭവങ്ങളെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് നമുക്ക് സമന്വയിപ്പിക്കാൻ കഴിയുന്നത്? It is important to recite the Apostles' Prayer and Apostles' Creed and the Nicene Creed and any other creeds that we have as a part of the global Christian communion. ലോകം എമ്പാടുമുള്ള ക്രൈസ്തവ കൂട്ടായ്മയുടെ ഭാഗമായി നിഖ്യാ വിശ്വാസ പ്രമാണവും അപ്പസ്തോലിക വിശ്വാസ പ്രമാണവുമൊക്കെ അതിൽ നാം പങ്കുചേരേണ്ടതാണ്. അത് നാം ഉരുവിടേണ്ടവരാണ്.
what more can we do to make our affirmations relevant and contextual? എന്നാൽ നമ്മുടെ പ്രഖ്യാപനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളോട് കൂടുതൽ അർത്ഥവത്തായും സംഗതമായും അതിനോട് ഉൾച്ചേരുന്നതുമായി എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും? Today we learned what is recorded in the fourth gospel about the life and witness of Thomas the disciple. നാലാമത്തെ സുവിശേഷത്തിൽ നാം അതിൻ്റെ തോമസ് അപ്പോസ്തലന്റെ ജീവിതത്തെയും സാക്ഷ്യത്തെയും പറ്റിയാണ് നാം ധ്യാനിച്ചത്. We spoke about a daring Thomas, ധൈര്യശാലിയായ ഒരു തോമസ് അപ്പോസ്തലനെ നാം കണ്ടെത്തി. a determined Thomas, a person who was determined to see life in flesh and blood. ഉറപ്പുള്ള നിശ്ചയമുള്ള ഒരു വ്യക്തിയായ തോമസ് അപ്പോസ്തലനെ നാം കണ്ടെത്തുകയുണ്ടായി. Thomas was declaring Thomas based on the experience of life over death. മരണത്തിന്മേലുള്ള ജീവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അത് പ്രഖ്യാപിക്കുന്ന ഒരു തോമസ് അപ്പോസ്തലനെ നാം ഇവിടെ കണ്ടുമുട്ടുകയുണ്ടായി. There is a wealth of scholarship which believes that the voice behind the fourth gospel is not John son of Zebedee but Thomas the twin. നാലാമത്തെ സുവിശേഷം അഥവാ യോഹന്നാന്റെ സുവിശേഷത്തിന് പിന്നിലുള്ള യഥാർത്ഥ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശബ്ദം എന്ന് പറയുന്നത് യോഹന്നാനേക്കാൾ അധികമായി അത് തോമസ് അപ്പോസ്തലൻ്റെയാണ് എന്ന് ചിന്തിക്കുന്ന അനവധി പുതിയ നിയമ ചിന്തകരും പണ്ഡിതരുമുണ്ട്. Read more about that. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വായിക്കാം. Read the fourth gospel from the mind of St. Thomas behind you. തോമസ് അപ്പോസ്തലന്റെ കാഴ്ചപ്പാടിലൂടെ തോമസ് അപ്പോസ്തലന്റെ യേശുവിനെ പറ്റിയുള്ള സാക്ഷ്യത്തിലൂടെ അതിൻ്റെ വെളിച്ചത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സുവിശേഷം നമുക്കൊരിക്കൽ കൂടെ വായിക്കാൻ സാധിക്കുമോ? You will find many places where Thomas the apostle stands out in this fourth gospel. നാലാമത്തെ ഈ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തോമസ് അപ്പോസ്തലന്റെ വ്യക്തിത്വവും ശബ്ദവും വളരെ സ്പഷ്ടമായി തെളിമയോടെ പുറത്തേക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. May God grant us the grace to grow in this stature of Christ our Lord. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് വളരാം. After these witnesses like the apostle of St. Thomas and many in our times and among our forebears, തോമസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും അതോടൊപ്പം നമ്മുടെ മധ്യത്തിലുള്ള അനേകരുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയും in doing that, നാം പങ്കുചേരുന്നതിലൂടെ ആ പ്രഖ്യാപനം നമ്മുടേതായി തീരുന്നതിലൂടെ may God grant us the grace to leave behind living witnesses in our times for our children and their children. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഈ വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനത്തെയും സാക്ഷ്യത്തെയും പങ്കുവയ്ക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കുമാറാകട്ടെ. Amen. ആമേൻ.